എല്ലാവർക്കും നമസ്കാരം. രേവൂസ് ഹോമിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസിന്റെ പോക്ക് എങ്ങോട്ടാണ്? മലയാളം ബിഗ് ബോസ് സൂപ്പർ ഹിറ്റായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6 ഒടുക്കത്തെ എന്താ പറയണ്ടേ കണ്ടന്റ് മേക്കേഴ്സും പിന്നെ അതുപോലെ തന്നെ ഗെയിമേഴ്സും ഒക്കെ ഉള്ള ഒരു സീസണായിട്ട് മാറിയിരിക്കുകയാണ്. ഓരോരുത്തരും ഒന്നിനൊന്നിന് മെച്ചം. അതായത് ഒരാൾ ഗെയിം കളിക്കുമ്പോൾ അടുത്ത ആൾ എഗൻസ്റ്റ് ആയിട്ട് കളിക്കുന്നു, ഇപ്പുറത്തെ ആൾ ഗെയിം കളിക്കുമ്പോൾ അങ്ങനെ കളിക്കുന്നു. ആദ്യത്തെ മാസം തന്നെ 6 പേര് പുറത്തേക്കും, അല്ല 5 പേര് പുറത്തേക്ക്, തിരിച്ച് 6 പേര് അകത്തേക്ക്. വൈൽഡ് കാർഡുകളാണെങ്കിൽ എല്ലാവരും പഠിച്ചു വന്ന വൈൽഡ് കാർഡുകളാണ്. ചിലർക്കൊന്നും അതുപോലെ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും പുറത്തുനിന്ന് കളി പഠിച്ചു വരികയും പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് അകത്തേക്ക് കയറുകയും ചെയ്ത വൈൽഡ് കാർഡുകളാണ്. അപ്പോൾ അവർ അവിടെ ഉഷാറാക്കുന്നുണ്ട്. അവർ പക്ഷെ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോ, ജാസ്മിൻ, ഗബ്രീനെയാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത് ജിൻഡോനെ പിടിച്ചു വെച്ചിട്ട് ജാസ്മിനെ ഗബ്രീനെ ടാർഗറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് എവിടം വരെ പോകുന്നത് കണ്ടറിയാം. കൂടുതൽ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ സ്ട്രോങ് ആകത്തല്ലേ ഉള്ളൂ. അവരെ വിട്ടിട്ട് ജനറലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. സേഫായിട്ട് കുറേ പേര് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാ വോട്ടിങ്ങിലും സേഫായിട്ട് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർ ഔട്ടാവണം. അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല ഈ ഗെയിമിൽ. എന്നാലും അവരവിടെ വെറുതെ നിൽപ്പുണ്ട് എന്തിനോ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ കളിക്കുന്നവർ ഔട്ടാവുകയും കളിക്കാത്തവർ അവിടെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവസാനം ഈ കളിക്കാത്ത ആൾക്കാർ മൊത്തം ടോപ്പ് 5ലും ടോപ്പ് 7ലും ഒക്കെ എത്തും. അത് 2-3 പേര്. അപ്പോൾ അത് അടുത്ത സീസണിൽ വരുന്ന ആൾക്കാർക്കും ഒരു പ്രചോദനമായിരിക്കും. ഇങ്ങനെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തട്ടിയും മുട്ടിയും ബിഗ് ബോസിൽ പോവും, രക്ഷപ്പെട്ടോളും. ഈ കളിക്കുന്ന തുറക്കുന്ന ആൾക്കാർ ഔട്ടായി പൊക്കോളുകയും ചെയ്യും. അപ്പോൾ പ്രേക്ഷകർ ഇവിടെ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ വോട്ട് ഔട്ട് ചെയ്യും. മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാരെ പ്രേക്ഷകർ ശ്രദ്ധിക്കത്തുമില്ല. ഇത് എല്ലാ സീസണിലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അപ്പം ഇതേപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. സിബിൻ ഇവിടെ വൈൽഡ് കാർഡുകളിൽ ഏറ്റവും ശക്തനായ വൈൽഡ് കാർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും ശക്തനായ കോംബോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജബ്രി കോംബോ. ഏറ്റവും കൂടുതൽ നെഗറ്റീവായ കോംബോയാണ്. എല്ലാവരുടെയും കണ്ടന്റ് മേക്കേഴ്സാണ്. എല്ലാവരുടെ അടുത്തും കയറി മുട്ടുന്നുണ്ട്. അവരെ എല്ലാവരും മുട്ടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്ന കോംബോ. അതായത് ഈ കോംബോ ബാക്കിയുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഈ കോംബോനെ ബാക്കിയുള്ളവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും ശക്തനായ കോംബോ ആയിട്ട് എനിക്ക് ജബ്രി കോംബോനെ പറയേണ്ടി വരും. അപ്പോൾ ഇനി ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഗെയിം, ഇവർ ഒരേ ദിശയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. വളരെ റെയർ ആയിട്ടുള്ള കോംബോ ആണ് ഇങ്ങനെ ഒരേ ദിശയിലേക്ക് ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവരെ പിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പിരിക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നത്. കാര്യം ഇവർ ഡിസൈഡഡ് ആണ് ഓൾറെഡി. ഇവർ പിരിയത്തില്ല. ഇവരിങ്ങനെ പോവും. എനിക്കൊന്ന് എത്രത്തോളം പോകാമോ അത്രത്തോളം പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഞാനപ്പോൾ പറയുന്നത് ഇവരെ അങ്ങ് വിട്ടിട്ട് ഇവർ അങ്ങോട്ട് മറ്റുള്ളവരുടെ ഗെയിം ഫോക്കസ് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ബിഗ് ബോസ് സീസൺ 6 ഇതുവരെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജബ്രി വേഴ്സസ് വീടാണ്. ഇത് കണ്ടിന്യൂ ചെയ്താൽ ജബ്രി സ്ട്രോങ് ആവത്തേ ഉള്ളൂ. അത് വിട്ടിട്ട് ഗെയിം കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.